ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളെ ഞാനൊരു പുതിയ പ്രതിഭയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. പുതിയതാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. കാരണം ഈ പ്രതിഭ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 1965 മുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രതിഭയാണ്. യേശുദാസിന് ബെസ്റ്റ് സിംഗറിന്റെ അവാർഡ് കിട്ടി, എനിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷനും കിട്ടി. ആയിരം കണ്ണുമായി ആർക്കും മൂളാൻ പറ്റണം. സിനിമ കണ്ട് പുറത്തേക്ക് വരുമ്പോൾ ദേ ഷുഡ് റിമെമ്പർ ഒരു കഷ്ണം എന്തെങ്കിലും മനസ്സിൽ തങ്ങണം. എനിക്ക് പൂട്ടുണ്ടാക്കാനും അറിയാം, കടലക്കറി ഉണ്ടാക്കാനും അറിയാം. അപ്പൊ രണ്ടും ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമുക്കത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. അവിടെ പെണ്ണിന്റെ ചെഞ്ചുട്ടലിന് പകരം അമ്മായി അപ്പം ചുട്ടും അങ്ങനെ വല്ലതൊക്കെ എഴുതിയിരുന്നെങ്കിൽ നശിച്ചു പോകും. എവരിബഡി ക്യാൻ ഹം പൂക്കൾ, അതിൻ്റെ അകത്തൊന്നുമില്ല. പൂക്കൾ അങ്ങനെയല്ലല്ലോ. നീയും പാടുന്നുണ്ടോ? പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? നമ്മുടെ സ്വന്തം ജെറി അമൽദേവ് സർ ആണ്. സ്വാഗതം സർ. താങ്ക് യു. ഒരുപാട് സന്തോഷം സർ. ഞാൻ സാറിനോടൊപ്പം പല സ്റ്റുഡിയോ റെക്കോർഡിങ്സിലും പാടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെ ഒരുപാട് ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു അവസരം അമൃത TV ഒരുക്കുമ്പോഴത്തേക്ക് എനിക്ക് ചോദിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. സർ, 1980 സാറിന്റെ ഫസ്റ്റ് പടം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇറങ്ങുന്നത്. പക്ഷേ 1965 മുതൽ സർ ആക്റ്റീവ് ആണ്. അപ്പൊ 1965 മുതൽ ഈ 1980 വരെയുള്ള കാലയളവ് എന്തായിരുന്നു സർ മ്യൂസിക്കിനോടുള്ള ഒരു? ഞാൻ മ്യൂസിക്കിനെ അന്വേഷിച്ച് ബോംബെ വരെ പോയി. ഭാഗ്യത്തിന് മിസ്റ്റർ നൗഷാദിന്റെ വീട് കാണാനിടയായി. അങ്ങനെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടുമുട്ടി. അദ്ദേഹത്തിന് എന്നിൽ എന്തോ ഒരു ഇൻട്രസ്റ്റ് കണ്ടു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നൗഷാദ് സാർ നമ്മുടെ ധ്വനിയൊക്കെ ചെയ്ത സംഗീത സംവിധായകനാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയാണ്. ധ്വനി അത് നമ്മുടെ മലയാളത്തില്. പക്ഷെ ഹിന്ദിയിൽ എന്തെല്ലാം അതിമനോഹരമായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പടങ്ങളിലേക്ക് മുഗളെ ആസം അല്ലെങ്കിൽ മദർ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ക്ലാസിക് മൂവീസിലെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനിടയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ മ്യൂസിക് അസിസ്റ്റന്റ് ആയിട്ട് ജോലി എടുത്തു. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വെസ്റ്റേൺ മ്യൂസിക് അറിവ് പോരാ. കാരണം ഇപ്പോൾ ഹിന്ദി മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ട്യൂൺ ഉണ്ടാക്കും. ബാക്കി അതിൻ്റെ ഇൻട്രൊഡക്ടറി മ്യൂസിക്കും ഇൻ്റർലൂഡ് മ്യൂസിക്കും മറ്റും പിന്നെ കംപ്ലീറ്റ് ഓർക്കസ്ട്ര കൈകാര്യം ചെയ്യുന്നത് വേറെ ആളാണ്. അതായത് മോസ്റ്റ്ലി ഗോവയിൽ നിന്ന് വരുന്ന നല്ല ഓർക്കസ്ട്രേഷൻ അറിയാവുന്ന മ്യൂസീഷ്യൻസാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റി അത്ര വലിയ ഗ്രാഹ്യമില്ല. അപ്പോൾ സംടൈംസ് ദെർ വർ എ ഫ്യൂ ക്ലാഷസ് വിച്ച് ഐ നോട്ടീസ്ഡ്. സാധാരണ നമുക്കൊന്നും തോന്നില്ലായിരിക്കും, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ, ഉദാഹരണത്തിന് മോഹനം എന്നുള്ള രാഗം എടുത്താൽ അതിൻ്റെ അകത്ത് മായും ഇല്ല, നീയും ഇല്ല. പക്ഷെ വെസ്റ്റേൺ മ്യൂസിക്കിലെ ആ രാഗത്തിന് ഓർഡിനറി കോഡ്സ് ഇടുമ്പോൾ അതിൻ്റെ അത് മായും നീയും വരും. അപ്പം ഞാൻ വിചാരിച്ചു അത് ശരിയല്ലല്ലോ. അപ്പം ഇത് ശരിക്കും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ടിത് പഠിച്ച് ഒരു വി ഷുഡ് ബിക്കം എൻ അതോറിറ്റി ഓൺ ഇറ്റ്. therefore ഞാൻ നൗഷാദ് സാഹിബിനോട് ഗുഡ് ബൈ പറഞ്ഞ് അമേരിക്കയ്ക്ക് പോയി. 1960 സർ, ആ സമയത്ത് ലതാജി ഒക്കെ ആയിട്ടുള്ള പരിചയം ഉണ്ടല്ലോ. നാച്ചുറലി നൗഷാദ് സാഹിബിന്റെ വീട്ടിലേക്ക് ഇവർ വരുന്നു, പാട്ട് പഠിച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ പോയി പാടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജോലി എന്തായിരുന്നു വെച്ചാൽ ഇവരെയൊക്കെ ചില പാട്ടുകളൊക്കെ ഞാൻ തന്നെ എനിക്ക് പഠിപ്പിക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് മുഹമ്മദ് റഫി സാഹിബിനോട് എൻ്റെ ആദ്യത്തെ അസൈൻമെന്റ് തന്നെ അങ്ങനെയായിരുന്നു. ഏത് പാട്ടായിരുന്നു ഓർമ്മയുണ്ട്? കൽ രാത് ജിന്ദഗി സേ മുലാഖാത്ത് ഹോ ഗയി, ഈ പാട്ടായിരുന്നു ആദ്യം പഠിക്കും. പിന്നെ മന്നാടെ, പിന്നെ ലതാജി ഞാൻ അധികം പഠിപ്പിച്ചിട്ടില്ല. ലതാജി വാസ് ഓൾവേസ് ഹാൻഡിൽഡ് ബൈ നൗഷാദ് സാഹിബ് ഡയറക്ട്ലി. പിന്നെ ദർ വാസ് ഹേംലത, ദർ വാസ് ദാറ്റ് one who sang this one, that lady from Mangalore, സുമൻ കല്യാൺപൂർ. ഇവരെയൊക്കെ എനിക്ക് പാട്ട് പഠിപ്പിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു, ഡിപ്പെൻഡിങ് ഓൺ ദ ജോബ്.
അങ്ങനെ ഞാൻ അമേരിക്കയ്ക്ക് പോയി, 69 പോയി. പിന്നെ മടങ്ങി വരുന്നത് 80 ഓഹോ. അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ പോയിട്ട് ഭാഗ്യത്തിന് എനിക്ക് സൗകര്യങ്ങളൊക്കെ കിട്ടുകയും സ്കോളർഷിപ്പ് കിട്ടുകയും കോർണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഐ ഡിഡ് ഇൻ ന്യൂ ഓർലിയൻസ്. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എൻ്റെ പ്ലാൻ ഇതായിരുന്നു, PhD എടുക്കണമായിരുന്നു. പക്ഷേ ഇറ്റ് വുഡ് ടേക്ക് സച്ച് എ ലോങ് ടൈം. ഐ സെഡ് എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി മതി എന്ന് പറഞ്ഞ് കോമ്പോസിഷനിൽ ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിട്ട് തിരിച്ചു വന്നിട്ടാണ് ഈ സർ PhD എടുക്കാൻ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കിട്ടുമായിരുന്നു. അപ്പൊ ഐ ബിലീവ് ഇൻ ഗോഡ്സ് ടൈമിങ്. അപ്പൊ പ്രോബബ്ലി അതുകൊണ്ടാണ് ആ ഒരു നാട്ടിലേക്കുള്ള. അതെ, ഞാൻ തിരിച്ചു വന്നിട്ടാണ് മഞ്ഞിൽ വരുന്ന പൂക്കൾ. അതെങ്ങനെയായിരുന്നു സർ ആ പ്രോജക്റ്റിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ? എൻ്റെ ഒരളിയൻ ബൈ ദ നെയിം ജോസഫ് മാളിയേക്കൽ, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ നവോദയ അപ്പച്ചൻ്റെ കാര്യസ്ഥനായിരുന്നു. അപ്പോൾ ഇവര് ഇങ്ങനെ പുതിയ പടം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി നവോദയ അപ്പച്ചനെ പോയി കണ്ടു. നവോദയ അപ്പച്ചൻ എന്നെ പിള്ളേരെ പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞ പിള്ളേർ ആരാന്ന് വെച്ചാൽ ഫാസിൽ, ജിജോ, മധു മുട്ടം, സിബി മലയിൽ എന്നൊക്കെ പറയുന്ന ആ കോളേജ് കുമാരന്മാരുടെ. I was senior. I was already 40 years old. Okay. Yeah. So അങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവർ എന്നെ ഒരു ടെസ്റ്റൊക്കെ തന്ന് അങ്ങനെ ഞാൻ മഞ്ഞിൽ വരുന്ന പൂക്കൾ എന്നുള്ള സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായിട്ട് എന്നെ കാലുവെച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ഓൾ ദ സോങ്സ് ആർ ഹിറ്റ്സ്. അതിലുള്ള എല്ലാ പാട്ടുകളും 3 പാട്ടേ ഉള്ളൂ. അതെ സർ, അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പ്രോജക്റ്റ് ആണ്. അതെ അതെ, യേശുദാസിന് ബെസ്റ്റ് സിംഗറിന്റെ അവാർഡ് കിട്ടി, എനിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷനും കിട്ടി. സർ ഇപ്പൊ മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ പോയതും US പോയതും പഠിച്ചതും ഒക്കെ. അപ്പം ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുമ്പോൾ അത് ഇപ്പം ഒരു ഡയറക്ടർ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പാട്ടുകൾ പറയുമ്പോഴത്തേക്ക് ആ വെസ്റ്റേൺ മ്യൂസിക്കിനെ മലയാളീകരിക്കണമല്ലോ. അപ്പം വാസ് ഇറ്റ് ഡിഫിക്കൾട്ട്, അതോ എങ്ങനെയായിരുന്നു സർ ആ പ്രോസസ്? അതായത് ഇപ്പൊ എനിക്ക് സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് പൂട്ടുണ്ടാക്കാനും അറിയാം, കടലക്കറി ഉണ്ടാക്കാനും അറിയാം. അപ്പൊ രണ്ടും ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമുക്കത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ പോലെ. I was lucky to learn Hindustani vocal music from Pune. Okay. Mr. Madhusudan Patwardhan എന്ന് പറയുന്ന വിനായക് റാവ് പട്വർദ്ധൻ്റെ ഏറ്റവും ഇളയ മകൻ ആണ് എന്നെ ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചത്. അപ്പം അതെൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ചെറുപ്പം മുതൽ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി പാടുകയും പിന്നെ അച്ഛന്മാർ 2 കൈ കൊണ്ട് ഓർഗൻ വായിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് പരിചയിച്ചിട്ടുണ്ട്. അപ്പം ഞാനും വളർന്നു വന്നപ്പോൾ ഞാനും 2 കൈ കൊണ്ടൊന്ന് എന്തൊക്കെയൊക്കെ ചെയ്യാൻ തുടങ്ങി. തെറ്റുകളായിരുന്നു, ഫിംഗറിങ് ഒക്കെ തെറ്റായിരുന്നെങ്കിലും കോഡ് സീക്വൻസ് ഒക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ ആ അറിവും എല്ലാം വെച്ചുകൊണ്ട് എനിക്ക് പടിഞ്ഞാറ് ചെന്നപ്പോൾ ഈ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ അത്ര വിഷമം തോന്നിയില്ല. ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ ഞാൻ എന്താ പറയുക, ഊഴ്ന്ന് ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യൻ മ്യൂസിക്കിൽ എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിനെ സൂക്ഷിച്ച് യോജിപ്പിക്കണം. അല്ലാതെ വായിൽ വരുന്ന കൊതക്ക് പാട്ട് പോലെ അതും ഇതും അനാവശ്യമായ കോഡ്സ് ഒന്നും ഇടാൻ പാടില്ല. ഇതുമായിട്ട് യോജിച്ച് വരുന്നതും ഇതിനെ എൻഹാൻസ് ചെയ്യുന്നതും ഇതിനെ മനോഹരമാക്കുന്നതുമായ വിധത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ വളരെ എന്താ പറയുക, എക്കണോമിക്കലായിട്ട് വെസ്റ്റേൺ മ്യൂസിക് ഉപയോഗിച്ചു. അതേസമയം ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു വിപുലമായ ഒരു ഏർപ്പാടാണ്. അതിനെ ഞാൻ കറക്റ്റായിട്ട് ഉപയോഗിച്ചതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ യേശുദാസ് പാടിയ മിഴിയോരത്തിലും അല്ലെങ്കിൽ മഞ്ചാടി കുന്നിലും ഒക്കെ കേട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഐ യൂസ് ദ വെസ്റ്റേൺ ഓർക്കസ്ട്ര ആക്യുറേറ്റ്ലി, ഓൾമോസ്റ്റ് ലിറ്ററലി. തീർച്ചയായിട്ടും. അതിൽ എന്നെന്നും കണ്ണേട്ടൻ വന്നപ്പോൾ അതിൽ വേറെ തന്നെ ഒരു ശൈലിയല്ലേ സർ കൊണ്ടുവന്നത്? എന്നെന്നും കണ്ണേട്ടൻ എന്ന് പറയുന്ന സിനിമ നായന്മാരുടെ കഥയാണ്. മറ്റേത് ക്രിസ്ത്യാനികളുടെ കഥയായിരുന്നു. ഏത് നോക്കത്താ ദൂരത്ത് കണ്ണുന്നിട്ട്. അപ്പോൾ എന്നോട് ഫാസിൽ പ്രത്യേകം പറഞ്ഞു, ജെറി ബി കെയർഫുൾ, മറ്റേതിൻ്റെ അകത്ത് നമ്മൾ ക്രിസ്ത്യാനികളും അച്ഛന്മാരും പള്ളിപ്പാട്ട് പോലെയൊക്കെയാണ്, പക്ഷെ ഇവിടെ ഇത് വരാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫാസിലിനോട് പറഞ്ഞു അതൊരു പ്രശ്നമാക്കണ്ട, ബിക്കോസ് വിത്ത് ദ സ്ട്രോങ് ഹിന്ദു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് രാഗം എടുത്ത് കൈകാര്യം ചെയ്താൽ ആ പ്രശ്നം ഉദിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന്
ദേവദുന്ദുബി എന്നുള്ള പാട്ട് വന്നപ്പോൾ തന്നെ ഞാൻ നിശ്ചയിച്ചത് ഒരു രാഗത്തിൽ ഇടണം. അപ്പോൾ ദേവദുന്ദുബി എന്നുള്ള വാക്കുകൾ വന്നത് പിന്നീടാണ്. ആദ്യം ഞാൻ ഈ ട്യൂൺ ഭീം പലാസി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ രാഗത്തില് അപ്പോൾ പക്ഷെ ആ പാട്ടിന് ഇത്ര ഒരു ഗാംഭീര്യം കിട്ടിയത് നമ്മുടെ തിരുമേനി ദാമോദരൻ നമ്പൂതിരി ദേവദുന്ദുഭി സാന്ദ്രലയം എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചപ്പോൾ ആ ട്യൂൺ വളരെ സിമ്പിൾ ട്യൂൺ അങ്ങ് പൊങ്ങിപ്പോയി, എങ്ങോട്ട് പൊങ്ങിപ്പോയി. അതാണ് അതേപോലെ ഈ സിമ്പിൾ ട്യൂൺസില് ഫോക്കിഷ് ആയിട്ടുള്ള പാട്ടുകള്, ഇപ്പൊ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ അങ്ങനത്തെ പാട്ടുകളും. അപ്പൊ ഇത് ഹൗ ഡു യു സ്വിച്ച് സോ ഫാസ്റ്റ് ഒരു ജോണറിന്ന് വേറെ ഒന്നിലേക്ക്? പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്ന വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പൊ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ എന്നുള്ള ഗുരുജി ഒരു വാക്ക് എന്ന് പറഞ്ഞ സിനിമ, അത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദേവദുന്ദുബിയിലേക്ക് പോകുന്നത്. പക്ഷേ ഓരോ പാട്ടിനും അതിൻ്റെതായ ഒരു ചേരുവയുണ്ട്. ഇപ്പൊ ഞാൻ ബിച്ചു തിരുമലയോട് ചോദിച്ചു, ബിച്ചു നമുക്ക് ഈ പാട്ട് ഒരു ഫോക്ക് സ്റ്റൈലിൽ ചെയ്താൽ നിങ്ങളുടെ അവിടെ ഈ ലേഡീസൊക്കെ ഞാറ് നടുമ്പോഴൊക്കെ വെള്ളപ്പാട്ടൊക്കെ പാടുമോ? ഉണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് വേണമെങ്കിൽ നമുക്കാകാം. He didn't use any word. He said ta 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 ta. എനിക്ക് മൂളിൽ തന്നു, ഞാൻ അതിൻ്റെ പുറകെ പോയി ബാക്കി അങ്ങ് ചെയ്തു. പക്ഷെ അതിൻ്റെ മനോഹാരിത മുഴുവൻ വന്നിരിക്കുന്ന ലിറിക്സിലാണ്. അവിടെ പെണ്ണിൻ്റെ ചെഞ്ചുട്ടിലിന് പകരം അമ്മായി അപ്പം ചുട്ടും അങ്ങനെ വല്ലതൊക്കെ എഴുതിയിരുന്നെങ്കിൽ നശിച്ചു പോകുമായിരുന്നു. പക്ഷെ അത് ബ്യൂട്ടി ഓഫ് ദ ലിറിക്സ് ആൻഡ് ദ സിംപ്ലിസിറ്റി ഓഫ് ദ മെലഡി ആൻഡ് ഭാഗ്യത്തിന് നല്ല പിക്ചറൈസേഷൻ, ഓർക്കസ്ട്രേഷൻ, വെരി മിനിമം ഓർക്കസ്ട്രേഷൻ. പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിലുള്ളത് ഇന്ത്യനാണ് കൂടുതൽ, വലിയ ഹാർമണി ഒന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ അത് ടക് 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 ടം 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 ടം. അപ്പോൾ വലിയ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ സാറിന്റെ കോമ്പോസിഷൻസിന്റെ അകത്ത് ഒരുപാട് സംഗതികളില്ല. യു കീപ് ഇറ്റ് വെരി പ്ലെയിൻ. എന്താണോ ആ സിറ്റുവേഷന് വേണ്ടത്, എന്താണോ ആ മ്യൂസിക്കിന് വേണ്ടത്, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ചില ഭാഗങ്ങള് വെൻ യു ലീവ് ഇറ്റ് വെരി പ്ലെയിൻ ആയിട്ടുള്ള നോട്ട്സ് വരുമ്പോൾ അതിനൊരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൽ ജനങ്ങൾ ഇത് പാടണം. ഇറ്റ്സ് എ പോപ്പുലർ സോങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഭാഗവതന്മാർക്ക് ഉണ്ടാക്കേണ്ട പാട്ട്. അതുകൊണ്ടാണോ ഈ യുവതലമുറയിലേക്ക് ഇതൊരു ഒരു പോപ്പുലർ ആവാനുള്ള ഒരു റീസൺ? സിംപ്ലിഫൈഡ് ആയിരിക്കാം. ബിക്കോസ് എവരിബഡി ക്യാൻ ഹം പൂക്കൾ, അതിൻ്റെ അകത്തൊന്നുമില്ല പൂക്കൾ, അങ്ങനെയല്ലല്ലോ. നീയും പാടുന്നുണ്ടോ, സിമ്പിൾ ടോക്ക്. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, അപ്പൊ അതിന് പറ്റിയൊരു സിമ്പിൾ ട്യൂൺ. ഈവൻ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എല്ലാം സിമ്പിൾ. ഈ നമ്മുടെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 തേരൊരുങ്ങി കാണുവാൻ കണിയുണരാൻ ഇതുവഴിവാ. ഒന്നുമില്ല. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കാരണം സാറിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ ജെൻസി പോലും, ഇന്നത്തെ കുട്ടികൾ എല്ലാവരും ഏറ്റുപാടുന്ന പാട്ടുകളാണ്. ഇപ്പോഴും ഫോർ ദ ഷോസ് ഈ പാട്ട് എടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലായിടത്തും കയ്യടിയാണ്. ബിക്കോസ് പീപ്പിൾ ലവ് ദാറ്റ്. അപ്പം ആ പാട്ടിന്റെ സിംപ്ലിസിറ്റി അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും സാറിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? രഹസ്യമൊന്നുമില്ല സാർ. എനിക്ക് മാഡം, എനിക്ക് ചെയ്യാവുന്നതേ ഞാൻ ചെയ്യുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്യില്ല. അപ്പം ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവരും കൂടി ഇത് പാടണം എന്നുള്ളൊരു ആശയം മനസ്സിൽ പുറകിലിരിക്കുന്നുണ്ട്. അപ്പോൾ കീപ് ഇറ്റ് സിമ്പിൾ. വാട്ട് വുഡ് ബി എ ജെറി അമൽദേവ് സിഗ്നേച്ചർ? എപ്പോഴും വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഒരു പാട്ട് ചെയ്യുമ്പോൾ സാർ എന്റെ ഈ പാട്ടിൽ ഇത് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു സിഗ്നേച്ചർ എന്തായിരിക്കും? സിഗ്നേച്ചർ ഷുഡ് ബി ദാറ്റ് ദ മെലഡി ഷുഡ് ബി വെരി സിമ്പിൾ ആൻഡ് ഹമ്മബിൾ. ആർക്കും മൂളാൻ പറ്റണം. സിനിമ കണ്ട് പുറത്തേക്ക് വരുമ്പോൾ ദേ ഷുഡ് റിമെമ്പർ ഒരു കഷ്ണം എന്തെങ്കിലും മനസ്സിൽ തങ്ങണം. അങ്ങനെ ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. അതുപോലെ സർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് റീ റെക്കോർഡിങ്സിനൊക്കെ ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്? ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ബട്ട് നമ്മുടെ നാട്ടിൽ റീ റെക്കോർഡിങ് അതിൻ്റെ ശരിയായ ശൈലിയിലല്ല ചെയ്യുന്നത്. ഞാൻ പറയുന്ന ക്ലാസിക്കലാണ്. ഞാൻ നൗഷാദ് സാഹിബിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഈ സിനിമ പോയി ആദ്യം കാണും. എന്നിട്ട് സീക്വൻസ് വൈസ് ഒക്കെ എഴുതിയെടുക്കും. ഇന്ന സീനിൽ അയാൾ കത്തി എടുക്കുന്നത് മുതൽ കത്തി പൊക്കുന്നത് വരെ ഒരു ചേഞ്ച്, കത്തി പൊക്കി ഇയാൾ നടക്കുമ്പോൾ ഒരു ചേഞ്ച്, മറ്റേയാളുടെ മുതുക് കാണിക്കുമ്പോൾ ഒരു ചേഞ്ച്, കുത്തുമ്പോൾ ഒരു ചേഞ്ച്, ഇങ്ങനെ ഓരോ ഡിസ്റ്റൻസും ഓരോ
വിഷ്വലും ഞങ്ങൾ അളന്ന് തൂക്കിയെടുത്ത് വീട്ടിൽ പോയിരുന്ന് അതിന് വേണ്ട മ്യൂസിക് ഉണ്ടാക്കും, പേപ്പറിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് സ്റ്റുഡിയോയിലിട്ട് ഓർക്കസ്ട്രയെ കൊണ്ട് വായിപ്പിച്ച് കറക്റ്റ് ടെമ്പോ കറക്റ്റ് ആക്കിയിട്ട് ആ സ്ക്രീനിൽ ഇത് കാണിച്ചിട്ട് അതുമായിട്ട് സിങ്ക് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു ഓർമ്മയില് സംതിങ് ഫണി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഈ ഇതുപോലെ റീ റെക്കോർഡിംഗ് സമയത്ത് മേ ബി എന്തെങ്കിലും ഒരു പിക്ചറൈസേഷൻ കണ്ടിട്ട് ഇത് കുഴപ്പിച്ച ഒരു സംഭവം? ഇല്ല, കുഴപ്പമില്ല. ബിക്കോസ് ഞങ്ങൾ പോകുന്ന സയന്റിഫിക് ഈ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ പോകുമ്പോൾ 4 സെക്കൻഡ്, അവിടുന്ന് കത്തി നീക്കുമ്പോൾ 3 സെക്കൻഡ്, അങ്ങനെ ടൈം ചെയ്തിട്ടായിരുന്നു. അവിടെ വരുന്ന കുഴപ്പിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഇതിൽ. പക്ഷേ മറ്റേ ഫോളോ ചെയ്യുമ്പോൾ ഏത് സിസ്റ്റം, പടം ഇടോ, എന്നിട്ട് ചെണ്ടക്കാരൻ അത് വരുമ്പോൾ താൻ ഒരു അടി കൊടുത്തു, മറ്റേ ആള് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് റീ റെക്കോർഡ് ചെയ്യുന്ന പരിപാടി ഇവിടെ ഉണ്ട്. അപ്പൊ കുഴപ്പം, ഒരുപാട് കാര്യങ്ങൾ തെറ്റി വരും. സാറിന് അതിന് അവാർഡ്സ് ഉണ്ടായിരുന്നല്ലോ, 2 സ്റ്റേറ്റ് അവാർഡ്, അപരാഹ്നം ഫോർ റീ റെക്കോർഡിങ്ങിന്, അപരാഹ്നം കഴകം. പക്ഷെ അത് ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ബിക്കോസ് ബോത്ത് ദ മൂവീസ് വെർ യൂസ്ലെസ് മൂവീസ്. I mean, it was not worth watching. The movies were very poorly made. ആളുകൾ അതിനൊക്കെ എന്താണ് ആർട്ട് മൂവി എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരം പറയുന്നത്. വാട്ട് ഈസ് സാറിന് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് മൂവി എന്താണ്? എനിക്ക് ഹോളിവുഡ് മൂവിയാണ് ഇഷ്ടം. ബിക്കോസ് അവരാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ സിനിമ ഉണ്ടാക്കുന്ന ശൈലി, ദ ഗ്രാമർ, ഹൗ ഇവിടെ നിന്നൊരു കുതിര അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്നൊരു കുതിര വന്നാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്നു എന്നുള്ള ആ ബേസിക് ഇമേജറിയൊക്കെ വരുത്തിയത് അവരാണ്. ഇപ്പം നമ്മളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഇപ്പൊ സാർ ഒരുപാട് ടൈപ്പ് ഓഫ് സോങ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ഏതായിരിക്കും? മോസ്റ്റ്ലി നമ്മുടെ സിനിമയിലെ ഒരു പ്രേമം, വിരഹം, അല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഒരു ഇമോഷണൽ, ഒരു സൈക്കോളജിക്കൽ, ഒരു ത്രില്ലറോ അങ്ങനെ സൈക്കോളജിക്കൽ ത്രില്ലർ, അതിലായിരിക്കും കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴമ്പുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നമ്മളെ കൊണ്ട് കുറച്ച് ജോലി എടുപ്പിക്കുക. ഇപ്പൊ പറയാണോ ഒരു പ്രേമഗാനം വേണം, പ്രേമഗാനം അത് ഇങ്ങനെ മതിയോ, ഗുഗുഡു ഗുഗുഡു, ഇത് മതി, കുറച്ച് ഡാൻസ് ഒക്കെ ആയിട്ട് അങ്ങ് പോകും. സാർ ഒരു മ്യൂസിക് ഡയറക്ടർ ആയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഒരു ചോയ്സ്? പള്ളിയിലച്ഛനാവാൻ വേണ്ടിയിട്ടാണ് പോയതെന്നുള്ളത് ഞങ്ങളൊക്കെ അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് മാറ്റി നിർത്തി നമുക്ക് മ്യൂസിക് അല്ലായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു? ഞാൻ പാട്ടിനോട് വിട പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. സാധ്യമാകുമായിരുന്നു. ഇഷ്ടമല്ലാത്തല്ല, ഐ ലൈക്ക് ഇറ്റ്, ബട്ട് ഐ ഡിഡ്ന്റ് തിങ്ക് ഓഫ് ഇറ്റ്. ആലോചിച്ചില്ല. കാരണം സാറിന് എപ്പോഴും നമ്മളെല്ലാവരും, ഇപ്പോഴത്തെ ഈ തലമുറയിലായാലും എല്ലാവരും കാണുമ്പോൾ പറയുന്നത് എന്തൊരു മനോഹരമായ ഒരു മുഖമാണ്, എന്തൊരു നല്ല ചിരിയാണ്, സച്ച് എ പോസിറ്റീവ് ഫേസ്. അപ്പം എന്തുകൊണ്ട് ആ സമയത്ത് സിനിമയിൽ അഭിനയിച്ചില്ല എന്നുള്ളൊരു എന്നോട് ആരും ചോദിച്ചില്ല, എനിക്ക് ആ ബുദ്ധി വന്നില്ല. പക്ഷെ മ്യൂസിക്കിൽ ഒരുപാട് ബിസി ആയിരുന്നു സാർ. ഇപ്പോഴും ഇസ് ദെയർ സംതിങ് ദാറ്റ് യു വാണ്ട് ടു ഡു? സംഗീതത്തിൽ ചെയ്യാൻ ആഗ്രഹമുള്ളതായിട്ട് എന്തെങ്കിലും? എനിക്കൊരു വലിയ ആഗ്രഹമുള്ളത് ഒരു സിംഫണി കമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സിംഫണി നമ്മൾ വളരെ ലൂസായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു തബലക്കാരനെ ഒരു ചെണ്ടക്കാരനെ വെച്ചുകൊണ്ട് പറഞ്ഞ ഇന്നൊരു സിംഫണി ഉണ്ട് കേട്ടോ വൈകുന്നേരം, അത് സിംഫണി ഒന്നുമല്ല, അത് വെറും 2 പേരൊന്ന് വായിക്കുക. സിംഫണി എന്ന് പറയുന്ന വെസ്റ്റേൺ മ്യൂസിക്കിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആൻഡ് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് മ്യൂസിക്കൽ എക്സ്പ്രഷനാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു 40 പേരെങ്കിലും 40 മ്യൂസിഷ്യൻ ഉൾപ്പെടുന്ന ടൈപ്പ്. സർ, ഇഫ് ഐ ആം നോട്ട് റോങ്, പോപ്പിന് വേണ്ടിയിട്ട് സർ ഒരു പോപ്പ് വന്നപ്പോൾ ഞാൻ കുറെ സിമ്പിൾ പാട്ട് ബിച്ചു തിരുമലയെ കൊണ്ട് എഴുതിച്ചിട്ട് ഞാൻ ട്യൂൺ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് സിംഫണി ഒന്നുമില്ല. സിമ്പിൾ ഞങ്ങൾ സ്വാഗതം പാപ്പ എന്ന് പറഞ്ഞൊരു ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. ഒരു ഹ്യൂജ് ഓർക്കസ്ട്രേഷൻ വെച്ചിട്ട് ചെയ്തിരുന്നല്ലോ സർ. അത് അവിടുത്തെ ഒരു കുർബാനയ്ക്ക് വേണ്ടി ചെയ്ത അത് ഓർക്കസ്ട്ര, അത് സിമ്പിൾ ഓർക്കസ്ട്ര. അതിൻ്റെ അകത്ത് ഈ പറയുന്ന സിംഫോണിക് ഓർക്കസ്ട്ര ഒന്നും ഇല്ലായിരുന്നു. ഒരു 15-20 വയലിൻസ് ഉണ്ടായിരുന്നു, 1-2 ചെല്ലോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബേസ് ഗിറ്റാറോ ഒരു ഡബിൾ ബേസോ, ബാക്കിയെല്ലാം ഒരു ഫ്ലൂട്ടും ഒരു വീണയും അതൊക്കെ ആയിരുന്നു. അല്ലാതെ സിംഫോണിക് എന്ന് പറയാനുള്ള, സിംഫണി എന്ന് പറയുമ്പോൾ യു ഷുഡ് നോ ദിസ്, ദർസ് എ വുഡ് വിൻഡ് സെക്ഷൻ, ദാറ്റ് മീൻസ് എ ഫ്ലൂട്ട്, ആ ടൈപ്പ് ഒരു ഫാമിലി എന്ന് പറയുന്ന അപ്പൻ, അമ്മ, കൊച്ചുമക്കൾ, ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് അടിയിൽ ബ്രാസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, അവിടെ അമ്മ, അപ്പൻ, അപ്പൂപ്പനൊക്കെ ഉണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് അല്ല, ഒരു ഫാമിലി.
അതിൻ്റെ അടിയിലാണ് ഈ സ്ട്രിങ്സ് എന്ന് പറയുന്നത്, വയലിൻ, വിയോല, ചെല്ലോ, ഡബിൾ ബേസ്. ഇതായത് വയലിൻ ഫാമിലിയിൽപ്പെട്ട ഒരു വലിയ ഫാമിലി. അതിൻ്റെ അടിയിൽ പെർക്കഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലി, അതായത് അടിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടിയിണക്കി ഒരു മ്യൂസിക്കൽ ശില്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് സിംഫണി. പക്ഷേ അതിൻ്റേതായ നിയമങ്ങളും എന്താ പറയുക, ഫ്രെയിം വർക്കൊക്കെ ഉണ്ട്. അതിൽ കൂടി നമ്മൾ പോകണം. അല്ലാതെ വയൽ വരുന്നത് കോതൊക്കെ പാട്ടെന്ന് പറഞ്ഞ് ചെയ്തിട്ടൊന്നും കാര്യം. അത് ചെയ്യാനൊരു വലിയൊരു തപസ്യ തന്നെ വേണം. ഒരു കൊല്ലം അതിനു വേണ്ടി മാറ്റിവെച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അത് നടക്കട്ടെ. ആൻഡ് സർ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ എപ്പോഴും ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരാളുണ്ടാവും. അപ്പം അങ്ങനെ ചെറുപ്പകാലത്ത് സാറിന് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു വ്യക്തി? മ്യൂസിക് ഡയറക്ടർ നൗഷാദ് അലി. അവിടെ എത്തി ഞാൻ ഭാഗ്യത്തിന്. ആഗ്രഹിച്ചത് സാധിച്ചു. അതുപോലെ ഒരുപാട് പേരെ പാടിച്ചിട്ടുണ്ട് സാർ, നിറയെ പാട്ടുകാർ. അപ്പൊ ഏതെങ്കിലും ഒരു വോയിസ് സാറിന്റെ സോങ്സിന് ഏറ്റവും ചേർന്നതാണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെഫിനറ്റ്ലി യേശുദാസ് തന്നെയാണ്, മെയിൽ വോയിസ്. പിന്നെ പെണ്ണുങ്ങളത് നമ്മളെ വി ആർ ഓൺലി തിങ്കിങ് ഇൻ ടേംസ് ഓഫ് ഫിലിംസ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ വാണി ജയറാം പാട്ട് പഠിച്ചെടുക്കാൻ ഭയങ്കര സ്പീഡാണ്. Where Yesudas takes 30 minutes, Vani takes only 5 minutes. Oh, is it? She's a very intelligent singer, like you. Then, സിനിമയാണ്. അപ്പം അവർ പറയും ഇന്ന ആളെ കൊണ്ട് പാടിക്കണം, മറ്റേ ആൾക്ക്. അപ്പം നമുക്ക് അങ്ങനെ ചോയ്സ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഭാഗ്യത്തിന് പലപ്പോഴും പാട്ട് ചെയ്ത് വരുമ്പം ഒരു വോയിസ് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. ഫോർ എക്സാമ്പിൾ, I would have liked for you to sing a song in one of these recent movies. Yeah. For example, because ഞാൻ പറഞ്ഞു പറയിച്ചതല്ലാതെ I'm trying to tell you very honestly, because your diction, your phrasing, your total procedure of each phrase and melody is almost unthinkable for me. The way you chisel it. I will teach you a song, but then you take it and you make it polished and give it. So അങ്ങനെ സംഭവിക്കുകയാണ് എനിക്ക് ഏറ്റവും സന്തോഷം. എനിക്ക് സാറിന്റെ സംഗീതത്തില് ഒരു സിനിമയില് പാടാൻ വലിയ വലിയ ആഗ്രഹമുണ്ട്. ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കാം. ഉടനെ നമുക്ക് ആരെങ്കിലും കണ്ടുപിടിക്കാം. എത്രയും പെട്ടെന്ന് ഈ 2026 സംഭവിക്കട്ടെ. കാരണം നമ്മള് മലയാളികൾ സർ, ഇപ്പൊ പൂക്കൾ പനിനീർ പൂക്കൾ, ആക്ഷൻ ഹീറോ ബിജുവിലെ പാട്ട്, ആ പാട്ട് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട്, ഒരു കോൺവെർസേഷൻ പോലെ ഒരു പാട്ട്. അത്തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ ഇനിയും ആഗ്രഹിക്കുന്നു കേൾക്കാനും, ഇനിയും വരണം എന്ന്. അപ്പം സാറിന്റെ സംഗീതം ഞങ്ങൾക്ക് മതിയായിട്ടില്ല. അതുപോലെ സാറിന് ഇനിയും പാട്ടുകൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ. എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടല്ലോ. ഏതെങ്കിലും ടൈപ്പ് പാട്ടുകൾ, നേരത്തെ പറഞ്ഞു സൈക്കോളജിക്കൽ ത്രില്ലർ പോലെ ഒരു പടം ചെയ്യണം എന്ന്. അല്ല, അത് വിത്ത് റിഗാർഡ് ടു സോങ്സ് അല്ല, വിത്ത് റിഗാർഡ് ടു എന്നാലും സാറിന് ഇഷ്ടപ്പെട്ട, ഇപ്പം വെസ്റ്റേൺ മ്യൂസിക് ആണ് കൂടുതലും സാറ് പഠിക്കാൻ പോയതൊക്കെ. ഇപ്പൊ കുറേ മ്യൂസിക്കിന് ഒരുപാട് ശാഖകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സംതിങ് ദാറ്റ്സ് വെരി ക്ലോസ് ടു യു, അത് വെസ്റ്റേൺ ആയിരിക്കുമോ, അതോ ഇന്ത്യൻ ക്ലാസിക്കൽ ആയിരിക്കുമോ, അതോ മെലഡീസ് ആയിരിക്കുമോ, എന്തായിരിക്കും? I am a melody man, but it always helped by Western harmony. അങ്ങനെയാണ് എൻ്റെ. ഇപ്പോഴത്തെ ഒരു മലയാളം ഫിലിം മ്യൂസിക് അത് കംപ്ലീറ്റ് ആണെന്ന് സർ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ അധികം കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ജഡ്ജ്മെന്റ് ഇസ് ഹൈലി എന്താ പറയുക, നോട്ട് ഫാക്ച്വൽ. പക്ഷെ ഞാനിപ്പോൾ കേൾക്കുമ്പോൾ ഒന്നാമത് എനിക്ക് എന്താ പാട്ട് എന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല, ലിറിക്സ് മനസ്സിലാകുന്നില്ല. പിന്നെ വേണ്ടറ പോണ്ടറ എന്നൊക്കെയുള്ള വാക്കുകൾ. അപ്പോൾ ഇത് പാട്ടാണോ വർത്തമാനമാണോ? അപ്പോൾ ആകപ്പാടെ ഒരു ആശയക്കുഴപ്പമാണ് എനിക്ക് പുതിയ പാട്ടുകൾക്കും. ഇടയ്ക്കിടയ്ക്ക് അതിമനോഹരമായ പാട്ടുകൾ വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഈ ബഹളത്തിൽ അതൊന്നും ഇങ്ങോട്ട് എന്നെ ആകർഷിക്കുന്നില്ല. ദിസ് മൈ പ്രോബ്ലം. നമ്മളിപ്പോഴും നമ്മുടെ മലയാളികൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗീതം, അത് തീർച്ചയായിട്ടും ആ ഒരു മാജിക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഏതെങ്കിലും ഒരു പുതിയതായിട്ടൊരു മ്യൂസിക് ഡയറക്ടർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരാളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുക എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം അതുപോലെ ഒരു പോയിന്റ് സാറിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു.
അതായത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് വെരി ബിഗിനിങ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവില്ലേ മൈൻഡിൽ? എങ്ങനെയായിരിക്കും ഇത് ആൾക്കാർ ഏറ്റെടുക്കുക? ഇത് ഹിറ്റ് ആകുമോ? ഇത് ഇഷ്ടപ്പെടുവോ? അപ്പോൾ എന്തെങ്കിലും ഒരു എലിമെന്റ് അതിൽ ആ സമയത്ത് തിങ്ക് ചെയ്തിരുന്നു സർ ചെയ്യണം? ഇല്ല, ഓണസ്റ്റ് ട്രൂത്ത് ഈസ് നമ്മൾ പാട്ടുണ്ടാക്കുമ്പോൾ ഈ വക ചിന്തകളൊന്നും പുറകിലില്ല. ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് മോശമായി പോകും. അപ്പം ഞാൻ ഉള്ളി പൊളിക്കുന്ന സമയത്ത് ഇന്നലത്തെ സൈക്കിൾ ചവിട്ടിയത് ശരിയായിരുന്നു, കട്ട് ചെയ്ത് ഞാൻ എൻ്റെ കൈ മുറിയുള്ളൂ ഏനോ. അപ്പം ഞാൻ പല വിചാരം പാടില്ല. നമ്മളൊരു പാട്ടുണ്ടാക്കുമ്പോൾ ആ സിറ്റുവേഷൻ ആവശ്യമായ പാട്ടുണ്ടാക്കുക, കൊടുക്കുക. ബാക്കി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. ഞാൻ പല പ്രാവശ്യം സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ അല്ലാതെയും പല കോൺവെർസേഷൻസിൽ ഞാൻ കേട്ടിട്ടുണ്ട് സാറ് എന്തെങ്കിലും പറയുമ്പം ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഉദാഹരണങ്ങൾ പറയും. ഉള്ളി അതുപോലെ. സാറിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഈസ് പുട്ടും കടലയും. നേരത്തെ പുട്ടും കടലയും ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഉണ്ടാക്കാൻ അറിയോ? ഇല്ല, കഴിക്കാൻ. മ്യൂസിക്കിലുള്ള പുട്ടും കടലയും ബിക്കോസ് ഞാൻ പല പ്രാവശ്യവും ഞാനിങ്ങനെ ശ്രദ്ധിക്കുക സാർ എന്ത് പറയുമ്പോഴും അതിനകത്തൊരു ഫുഡിന്റെ ഒരു എലിമെന്റ് കയറി വരുന്നുണ്ട്. പക്ഷെ യോർ സോങ്സ്, സാറിന്റെ എല്ലാ സോങ്സും ഞങ്ങൾക്ക് സ്വീറ്റ് ആണ്, ഒരു ഡെസേർട്ടാണ്. പക്ഷെ ഡെസേർട്ട് സാധാരണ നമ്മൾ ഭക്ഷണത്തിന് ശേഷം മാത്രമാണ് കഴിക്കുന്നത്. ഇത് എപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട്. രാവിലെ കഴിക്കാം, ഉച്ചയ്ക്ക്, വൈകിട്ട് എപ്പോൾ വേണമെങ്കിലും. അപ്പം ഇനിയും അത്തരത്തിലെ മധുരമായ ഗാനങ്ങൾ അതേത് ടൈപ്പിലും ആയിക്കോട്ടെ, ക്ലാസിക്കലോ മെലഡിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഞങ്ങൾക്ക് ഇനിയും കേൾക്കണം. കാരണം അത്രയും മനോഹരമായ പാട്ടുകളാണ് സ്റ്റേജസിലൊക്കെ നമ്മൾ പാടുമ്പം ആസ് സിംഗേഴ്സ് പാടാൻ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ്. അപ്പം എൻ്റെ ലൈഫിലും ഇതൊരു ബ്ലെസ്ഡ് മൊമെന്റ് ആണ്. സാർ പറഞ്ഞ പോലെ 2026 ഐ ഹോപ്പ് ടു വർക്ക് വിത്ത് യു. ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് വരട്ടെ. പിന്നെ താങ്ക് യു സോ മച്ച് സാറിനെ. ഞങ്ങള് ഈ ഒരു വേദി ധന്യമായി ഒരു 4 വരി പാടിക്കൊണ്ട് നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് ബൈ ബൈ പറയാം. We'll sing together. ആയിരം കണ്ണുമായി. ആയിക്കോട്ടെ. La 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 1 2 1 2 3 4 ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാറെ കണ്ടക്ട് ചെയ്യുന്നതുണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സാറിൻ്റെ എക്സ്പ്രഷൻസ് നമുക്ക് വായിക്കാൻ പറ്റും. സാർ അത് എവിടെ നിർത്തണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സാർ എന്തായാലും ഈ പാട്ട് പോലെ തന്നെ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ഓർക്കാനുള്ള ഇനിയും നല്ല നല്ല ഗാനങ്ങൾ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാറിന് എല്ലാവിധ ആരോഗ്യവും ആയുസ്സും തന്ന് ഞങ്ങളുടെ കൂടെ സാറിനെ നിലനിർത്തട്ടെ. താങ്ക് യു സോ മച്ച്.